ബീഗം മനസ്സിൽ എന്നെ ഇക്കാനും കൂടാതെ കുറച്ച് പേരോടെ ഉണ്ട് കേട്ടോ. അതാണ് നമ്മുടെ കോഴികളും താറാവുകളും ഗിനിക്കോഴികളൊക്കെ കേട്ടോ. നമുക്ക് 4 താറാവുകൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, എൻ്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ ഒരു താറാവ് കുഞ്ഞിനെ നമ്മൾ മുട്ട വിരിയിച്ചെടുത്തതാണ്. പിന്നെ 2 കോഴികളെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെയുള്ളത് നമുക്ക് 18 കുഞ്ഞു കോഴിക്കുട്ടികളും അതിൻ്റെ അമ്മയാണ്. അപ്പോൾ ഇവരാണ് അവർ കേട്ടോ. ഇതിലൊരു കുറുമ്പത്തിയുണ്ട്. ഇത് ഇളം മഞ്ഞ കളറില്ലേ, അവളാണ് ഏറ്റവും വലിയ കുറുമ്പത്തി. നമ്മളതിനെ പാറു എന്നാണ് വിളിക്കുന്നത്. നമ്മൾ കൂട് തുറന്ന ഉടനെ തന്നെ നമ്മുടെ മേത്തോട്ടേക്ക് ഒറ്റ ചാട്ടാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇത് കരിങ്കോഴിക്കുട്ടിയുണ്ട്, പാവം. അതിനെന്തോ അസുഖം വന്നു. അപ്പോൾ പിന്നെ ഫുഡൊക്കെ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഭക്ഷണം ഇങ്ങനെ നമ്മൾ ഇളം ചൂട് വെള്ളത്തിൽ ചോറ് ചാലിച്ചിട്ട് ഇങ്ങനെ വായിൽ വെച്ച് കൊടുക്കും കേട്ടോ. കുറച്ച് നാളും നമ്മൾ ഇങ്ങനെ തന്നെ നോക്കി. പക്ഷേ എന്ത് ചെയ്യാനാ, അത് മരിച്ചു പോയേ. ഭയങ്കര സങ്കടമായിരുന്നു അത് മരിച്ചു പോയപ്പോൾ. ഞങ്ങളിങ്ങനെ നോക്കിയിട്ട് എന്നിട്ടും അത് മരിച്ചു പോയി. ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ നമുക്ക് കോഴികളെ ബാക്കിയുള്ളവരെയും കൂടി കണ്ടാലോ. കോഴികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം പച്ചക്കറി നുറുക്കിയതാണ് കേട്ടോ. പച്ചക്കറിയും അതുപോലെ തന്നെ നമ്മുടെ പഴവർഗ്ഗങ്ങളും നല്ലോണം നുറുക്കിയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ തവിട്, ഗോതമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അരിയും ചോറും അധികം കൊടുക്കാറില്ല. തെരഞ്ഞെടുക്കരുത് തക്കാളി. തക്കാളി മാത്രമേ വേണ്ട. ഇപ്പം നമ്മുടെ കോഴികളൊക്കെ ഈ വലുപ്പമായിട്ടോ. ഇപ്പോൾ ഓടിപ്പോയ ആളാണ് പാറു. ഈ പൊക്കത്തിൽ പൊന്തി പറന്നില്ലേ, അതാണ് നമ്മുടെ പാറു. അന്ന് കുഞ്ഞു കുട്ടിയായിരുന്നു, ഇപ്പോൾ വലിയവളായിട്ടോ. പിന്നെ ഇതേ നമ്മുടെ എല്ലാ കോഴികളും ഇപ്പോൾ ഏകദേശം വലുതായിട്ടുണ്ട്. എല്ലാ കോഴികളും മുട്ട തരുന്നുണ്ട്. നമുക്കപ്പോൾ രാവിലെയും വൈകിട്ടൊക്കെ മുട്ട പുഴുങ്ങി കഴിക്കാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ കുറേ അട വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.